പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയാണ്. 3 സ്ഥാനാർത്ഥികളുണ്ട്. ആറന്മുളയിൽ നിന്നുള്ള 3 സ്ഥാനാർത്ഥികൾ. അതിലൊരാൾ വീണ ജോർജാണ്, ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. മറ്റൊരാൾ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയാണ്. അബിൻ വർക്കിയാണ് വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുഖാമുഖത്തിൽ പറഞ്ഞത്. DYFI കൊടുത്ത 20 കോടി, ആ 20 കോടി കൃത്യസമയത്ത് നൽകിയില്ല. ആദ്യം നൽകിയത് 10 കോടി മാത്രമാണ്. അതിനുശേഷം 10-15 ദിവസം, ഒരു മാസത്തോളം 10 കോടി കയ്യിൽ വെച്ചു. എന്തിന് കയ്യിൽ വെച്ചു? ഈ ചോദ്യമാണ് അബിൻ വർക്കി ചോദിക്കുന്നത്. അപ്പോഴാണ് മന്ത്രി വീണ ജോർജ് ചോദിച്ചത്, നിങ്ങൾ പിരിച്ച ഫണ്ട് എവിടെ എന്ന്. കോൺഗ്രസ് പിരിച്ച ഫണ്ട് എത്രയാണ് എന്ന് പോലും ഇതുവരെ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതൃത്വം. എന്നിട്ടാണ് DYFI പിരിച്ച് നൽകിയ പണത്തെക്കുറിച്ച് ഇത്തരം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് മന്ത്രി വീണ ജോർജ് ചൂണ്ടിക്കാട്ടിയത്. കാണാം ആ രംഗങ്ങൾ. 20 കോടി രൂപ DYFI ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എന്ന് പറയുന്ന ദിവസം 20 കോടി രൂപ കൈമാറിയിട്ടില്ല. 10 മാസം ഈ 15 കോടി രൂപ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരുന്നു? അപ്പൊ ഈ 15 കോടി രൂപയുടെ ഒരു വർഷത്തെ പലിശ ഒന്ന് ആലോചിച്ച് 1 കോടി രൂപ മേളിൽ വരില്ല. ആ പൈസ എന്താ ചെയ്തവര്? എന്താ ചെയ്തേ? ഇനി 1, ഇനി 2, ഇനി 2. മിനിസ്റ്റർ അല്ല, ഇത് അഴിമതി അല്ലേ? UDF സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ DYFI പറഞ്ഞോളൂ. പക്ഷേ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്തവർ ഇപ്പൊ പറയാണ് ഈ DYFI കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? DYFI കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്, അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെ പിരിച്ച ഫണ്ട് അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്ക്. അബിൻ വർക്കിക്ക് നന്ദി പറയണം LDF നേതൃത്വം. കാരണം വീണ്ടും വയനാട് ദുരന്തവും ദുരിതാശ്വാസ പ്രവർത്തനവുമൊക്കെ ചർച്ചയാക്കി മാറ്റിയതിന്. ഇപ്പോൾ വീഡിയോ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് തന്നെ വയനാട് ദുരന്തം വീണ്ടും ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അത് സർക്കാരിന് ഗുണം ചെയ്യും, LDFന് ഗുണം ചെയ്യും എന്നതുകൊണ്ട് തന്നെ അബിൻ വർക്കിക്ക് നന്ദി പറയണം LDF നേതൃത്വം എന്ന് പറയുന്നതും. വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് വീട് വെച്ച് നൽകുമെന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എത്രയാണ് എന്നതിന് യാതൊരു കണക്കുമില്ല. ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞിരിക്കുന്നത് 1 കോടി 5 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട്, അത് KPCCക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ്. KPCC പണം പിരിച്ചിരുന്നു. ആ പണം എത്രയാണ് എന്ന് ഇതുവരെയും പറയാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസ് നേതൃത്വം. എത്ര പണമാണ് പിരിച്ചത് എന്നെങ്കിലും പറയണ്ടേ? ആ പണം എവിടെയുണ്ട് എന്നെങ്കിലും പറയണ്ടേ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിലാണ് പണമുള്ളത് എന്ന്. ആ സംയുക്ത അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്ന് പറയാൻ VD സതീശന് ഉത്തരവാദിത്വമുണ്ട്, പ്രതിപക്ഷ നേതാവാണ്. അതല്ലെങ്കിൽ KPCC പ്രസിഡന്റിന് ഉത്തരവാദിത്വമുണ്ട്, അദ്ദേഹം MLA കൂടിയാണ്. അദ്ദേഹവും പറയുന്നില്ല, പ്രതിപക്ഷ നേതാവും പറയുന്നില്ല. ഇപ്പോൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. സ്ഥലം വാങ്ങിയ ഇടത്ത് വലിയ കല്ലൊക്കെ ഇട്ടിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വന്ന് 10 ദിവസത്തിനുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വീട് പണി ആരംഭിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റും പറഞ്ഞത്. എന്നാൽ ഇതുവരെയും വീട് പണി ആരംഭിച്ചിട്ടില്ല, എങ്ങും എത്തിയിട്ടില്ല. സ്ഥലം വാങ്ങി ഇട്ടിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് യാതൊന്നും നടന്നിട്ടില്ല, ഇനി നടക്കാനും പോകുന്നില്ല. റിയൽ എസ്റ്റേറ്റ് ഇടപാടിലൂടെ നേതാക്കന്മാർക്ക് കമ്മീഷൻ വാങ്ങാം എന്നതിനപ്പുറത്തേക്ക് അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അപ്പോഴും ചോദ്യം അവശേഷിക്കുകയാണ്, എവിടെ കോൺഗ്രസ് പിരിച്ച ഫണ്ട്? കോൺഗ്രസ് പിരിച്ച ഫണ്ട് എത്രയാണ് എന്തെങ്കിലും പറയാനുള്ള ഒരു ഉത്തരവാദിത്വ ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനില്ലേ? അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് 20 കോടി കൊടുത്ത DYFIയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് അബിൻ വർക്കി. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയോട് നന്ദി പറയണം DYFIയും LDFും. കാരണം വീണ്ടും വയനാട് ദുരന്തവും ദുരിതാശ്വാസ പ്രവർത്തനവും ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ.